ലോർഡ് ജെയിംസ്. ഞാൻ 1993 മാത്യുവച്ചനെ ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ കൊണ്ടുവന്ന ആ ടീമിലുണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ. മാത്യു നയിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ടീമായിട്ട് 19 പേർ ഒരുമിച്ച് അവസാനം ദൈവജനം കഴിഞ്ഞ് 93 ഞങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് അവർ വിളിച്ച് ഞങ്ങൾ അസംബ്ലീസ് കൊടുത്തിരുന്നു. കാരണം ഈ കുർബാനയുടെ കാര്യം വേറെ പറയുന്നത് എങ്ങനെയാ പറയുക, കുർബാന ദൈവം സ്ഥാപിക്കാന്നാണ് പറയുന്നത്. അതായത് കുർബാനയുടെ കാര്യം വേറെ ഇപ്പോഴും സമ്മതിക്കുന്നുണ്ട്. കുർബാന ഉണ്ടെന്നേ. അത് വേറെ എന്നാ മനസ്സിലായിരിക്കുന്നത്? അല്ലല്ല, അങ്ങനെയല്ല പറയാം. അപ്പോസ്തല പ്രവൃത്തി 2:37 വാക്യങ്ങളില്ല. 7 അടിസ്ഥാന ഉപദേശം പെന്തക്കോസ്ത് നാളിൽ സ്ഥാപിക്കപ്പെട്ടു. അപ്പം മുറിച്ചു. ആ അപ്പം മുറിക്കലാണ് പിന്നെ ഇവർ കുർബാനയ്ക്ക് മാറ്റിയത്. AD 300 ശേഷം കോൺസ്റ്റന്റീനോസ് പറഞ്ഞ ചക്രവർത്തിയാണത്. സഭാചരിത്രം വായിച്ചു നോക്കി അറിയാം. ഞാൻ എന്റെ വീട് സഭാചരിത്രമുണ്ട്. കൂട്ടുപുഴ എഴുതിക്കുന്ന സഭാചരിത്രമുണ്ട്. അതിൻ്റെ പുള്ളി എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പനും മകനും പോപ്പ ചരിത്രമുണ്ട്. പിന്നെ ഇപ്പൊ സംഭവം എന്താണെന്നറിയോ? ബ്രദർ പറയുന്നത് അപ്പൊ ഈ 7 അടിസ്ഥാന ഉപദേശങ്ങൾ മാറ്റി 7 കൂദാശയായിട്ട് മാറ്റി സഭ. മനസ്സിലായോ? കുർബാന ഇല്ല. അപ്പമുറിക്കലുള്ള നിയമത്തില് ക്രിസ്തു സ്ഥാപിച്ചത് അത് നമ്മൾ കൂടി വരുമ്പോൾ ആഗ്രഹിക്കണം. അതായത് നമ്മള് കൊറിന്തോസ് ലേഖനം 11 പറയുന്നത് പോലെ നിങ്ങൾ കൂടി വരുമ്പോൾ, മനസ്സിലായോ? നിങ്ങൾ കൂടി വരുമ്പോൾ അപ്പം മുറിക്കണം. ആ അപ്പം മുറിക്കാണ് പൗലോസ് പറഞ്ഞേ, ഞാൻ കർത്താവിനെ പ്രാപിച്ചതും നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്നാൽ ആ വാക്യങ്ങൾ ഒന്ന് പറഞ്ഞ് 11:23 അതുണ്ട്. അല്ല, കുർബാനയല്ല പറയുന്നത്, കർത്താവിന്റെ മേശ എന്ന് പറയുന്നത്. അല്ല, പേരാണോ ഉദ്ദേശിക്കുന്നത്? കുർബാന എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിയോ? കുർബാനയുടെ അർത്ഥം പറയാ. അത് പറയാ. എന്താ കുർബാനയുടെ അർത്ഥം എന്നാ ബ്രദർ പറയാ? അല്ല, പറഞ്ഞോ. ബ്രദർ അറിയാന്നല്ലോ പറഞ്ഞേ. അല്ല, ബ്രദറിന് പ്രശ്നം കുർബാന എന്നുള്ള വാക്കാണോ പ്രശ്നം, അതേ മറ്റെന്തെങ്കിലും ആണോ പ്രശ്നം? അല്ല, വാക്കല്ല പ്രശ്നം. ഞാൻ എന്റെ വീട് പാലായി ഭരണങ്ങാനത്ത് അൽഫോൻസാമ്മയുടെ ഇടവകയിലെ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. ടോപ്പിക്കിലേക്ക് പറഞ്ഞു. അതായത് കുർബാന എന്ന് പറയുന്ന വിഷയമാണല്ലോ. ബ്രദർ പാർഷ്യലായിട്ട് സംസാരിക്കരുത്. അവിടെ നിന്നുകൊണ്ടൊന്നും ഞാൻ പറ്റില്ല ബ്രദറിന്. ഞാൻ എവിടെയെങ്കിലും നിൽക്കട്ടെ, അത് നിങ്ങളുടെ വിഷയമല്ലല്ലോ ബ്രദറെ, അത് എന്റെ വിഷയമല്ലേ? അല്ല, നിങ്ങളുടെ വിഷയമാണ്. പിന്നെ നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ലേ? അത് വിട്. ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ പോകുന്നു എന്നുള്ളത് അത് ബ്രദറിന്റെ നിങ്ങളവിടെ നിന്നോ. പിന്നെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞേ. അല്ല, തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചത് എന്താണെന്ന് പറയൂ. കുർബാന എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നാണോ ബ്രദർ പറയുന്നത്? എന്താണ്? ഉണ്ട്. അത് 7 അടിസ്ഥാന ഉപദേശം. അപ്പൊ അതിന്റെ പേരാണോ പ്രശ്നം? എന്താണ് പ്രശ്നം? ഇത് കേൾക്കും ബ്രദർ ആദ്യം. ഈ 7 അടിസ്ഥാന ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആദ്യം പറഞ്ഞ വിഷയത്തിൽ നിന്ന് ആദ്യം പറയാം. 7 അടിസ്ഥാന ഉപദേശം നമുക്ക് പറയാം. അതല്ലല്ലോ ബ്രദർ പറഞ്ഞു. ബ്രദർ കുർബാന ഇല്ല എന്നല്ല പറഞ്ഞു. അപ്പൊ ഇത് ലോജിക്ക് എനിക്കും അറിയാം. കുർബാന ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ബലിയായിട്ടല്ല അർപ്പിക്കേണ്ടത്. അപ്പൊ കുർബാന എന്നുള്ള പേരാണോ പ്രശ്നം? പേരല്ലെന്ന് ബ്രദറെ, ദിവ്യ ബലിയായിട്ടില്ല. കാരണം ബലി തീർന്നു. ബലിന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ആടിനെ കൊല്ലുന്നുണ്ടോ? കേൾക്കൂ ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യും ബ്രദർ പ്ലീസ്. ഹെബ്രായ ലേഖനത്തില് 7 മുതൽ 11 വരെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള കണക്ഷനാണ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിന്റെ ബലി, പുതിയ നിയമത്തിന്റെ ബലി, പഴയ നിയമത്തിന്റെ പൗരോഹിത്യം, പുതിയ നിയമത്തിന്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പറയുമ്പോ പഴയ നിയമത്തിൽ യഹൂദൻ അർപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് ഈ പറയുന്ന, അതായത് ഇന്ന് കത്തോലിക്ക പള്ളികളിൽ നടക്കുന്ന വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഈ ശുശ്രൂഷ ഇല്ല എന്നാണ് അവിടെ ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കേട്ടോ, കാരണം എന്നാന്ന് പറഞ്ഞാൽ കർത്താവ് കാൽവരിയിൽ മരിച്ചപ്പോൾ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, കംപ്ലീറ്റ്. അത് പഴയ നിയമത്തിന്റെ ആചാരങ്ങൾ മുഴുവൻ ഫിനിഷ് ആയിപ്പോയി. പഴയ നിയമത്തിലെ ഏത് ആചാരമാണ് കുർബാനയിലുള്ളത്? ബലികൾ. ഏത് ബലിയാണുള്ളത്? ആടിനെ ബലി അർപ്പിക്കുന്നുണ്ടോ? അല്ലല്ല. കാളേനെ ബലി അർപ്പിക്കുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞേ, 7 അടിസ്ഥാന ഉപദേശങ്ങൾ. ഏത് ബലിയാണ്? പറയൂ, അത് പറയൂ. പഴയ നിയമത്തിലെ ഏത് ബലിയാണ് വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുന്നത്? പറയൂ. പൗരോഹിത്യ ബലി. പൗരോഹിത്യൻ എന്തൊക്കെ ചെയ്തിട്ടിരുന്നു അതെല്ലാം നളിഫൈ ആയിപ്പോയി.
എന്റെ പൊന്നു ബ്രദറെ, പഴയ നിയമത്തിൽ അർപ്പിച്ചുകൊണ്ടിരുന്ന ഏത് ബലിയാണ് വിശുദ്ധ കുർബാനയിൽ ചെയ്യുന്നത്? അത് പറഞ്ഞിട്ട് ബ്രദർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വേറെ, കുർബാന വേറെ. ഇവിടെ നമ്മൾ കുർബാനയെ കുറിച്ചാണ് വിഷയം സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, പഴയ നിയമത്തിലെ ഏത് ബലിയാണ്, ആ പഴയ നിയമ ലേവി പൗരോഹിത്യത്തിലുള്ള ഏത് ബലിയാണ് ഇന്ന് വിശുദ്ധ കുർബാന? ലേവിയർ പൗരോഹിത്യം തന്നെ നിന്നുപോയി. ലേവി പൗരോഹിത്യം നിന്നുപോയി. ഞാൻ ലേവി പൗരോഹിത്യത്തിൽ ആരാണുള്ളത്? ലേവി പൗരോഹിത്യം നിന്ന് പറഞ്ഞ പൗരോഹിത്യ ശുശ്രൂഷകൾ നിന്നുപോയി. വെറുതെ വിഷയം വീണ്ടും മാറും. നമ്മൾ പൗരോഹിത്യമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം വിശുദ്ധ കുർബാനയാണ്. കുർബാനയുടെ പേര് മാറി അപ്പം മുറിക്കലിനായി. പൗരോഹിത്യം നമുക്കിത് കഴിഞ്ഞിട്ട് വേറെ സംസാരിക്കാം. ഓക്കെ. അപ്പൊ ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഇറ്റ് ഈസ് ഫിനിഷ് എന്ന് ബ്രദർ പറഞ്ഞത്, ഏതെങ്കിലും പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ബലിയോ രീതിയോ ഇന്ന് പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ കത്തോലിക്ക പള്ളികളിൽ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് ബ്രദർ ഒന്ന് വ്യക്തമാക്കി തരും. കത്തോലിക്ക സഭ എന്ന് പറയുന്നത് തന്നെ ബൈബിളിൽ ഇല്ല. ഒന്ന് കേട്ടോണം. ഓക്കെ. പൊന്നു ബ്രദറെ, ഞാൻ വീണ്ടും ബ്രദറിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പറയുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റും. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് യാതൊരുവിധ കാര്യമില്ല. ബ്രദറിന് അപ്പൊ ഇനി ഞാൻ ബ്രദറിനോട് ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്. ഒറ്റ ചോദ്യം. അതായത് ബ്രദർ എന്നോട് പറഞ്ഞല്ലോ വിട്ടു പോരാനായിട്ട്, ഞാൻ എവിടേക്കാ പോരണ്ടേ? കേട്ടോ, ഈ ഇത്തരം പറഞ്ഞ ശരിക്കും ഇതുകൂടെ കേട്ടോ, വേറെ തന്നെ എന്നോട് കേൾക്കണ്ടേ? ഈ 7 അടിസ്ഥാന ഉപദേശം പറഞ്ഞാൽ എന്താണെന്ന് പറയാം ആദ്യം. എന്നോട് വിട്ടു പോരാൻ പറഞ്ഞു, അവിടെ നിന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞു. കേട്ടോ, അത് കേട്ടോ, അതില് ഒരു മിനിറ്റ് കേട്ടാലേ മനസ്സിലാവുള്ളൂ. ഞാനേ 30 പ്രാവശ്യം ബൈബിൾ വായിച്ചു. എന്താ അറിയാം, കഥ നിൽക്കാൻ വേണ്ടി വായിച്ചാൽ. അപ്പൊ കേട്ടോ, ഈ 7 അടിസ്ഥാന അപ്പസ്തലപ്രവൃത്തി 2:37 തൊട്ട് പറയുമ്പോൾ 7 അടിസ്ഥാന ഉപദേശങ്ങൾ സഭ സ്ഥാപിക്കപ്പെട്ടു. 1 മാനസാന്തരം, വിശ്വാസ സ്നാനം, പരിശുദ്ധാത്മ അഭിഷേകം, കർത്താവിന്റെ മേശ, പ്രാർത്ഥന, അപ്പസ്തലന്മാരുടെ കൂട്ടായ്മ, പ്രാർത്ഥന. ഇങ്ങനെ 7 അടിസ്ഥാന ഉപദേശം. അതിനകത്ത് ഒരു സംഭവമാണ് കർത്താവിന്റെ മേശ. ഇതുള്ള എവിടെയാണുള്ളത്? വന്ന് നോക്ക്. എവിടെ പറയൂ, എനിക്ക് കാണിച്ചു. പെന്തക്കോസ്തൽ സഭകളിലെല്ലാം ഇതല്ലേ നടക്കുന്നത്. ഏത് പെന്തക്കോസ്തൽ സഭയിലാണുള്ളത്? എല്ലാം IPC ഉണ്ട്, AG ഉണ്ട്. ഏതുണ്ട്? IPC-ലുണ്ട്, AG-ലുണ്ട്. പിന്നെ എവിടെയൊക്കെയുണ്ട്? സ്ഥാപിച്ച അപ്പനുറുക്കലുള്ള സ്ഥലം എവിടെയാണ് പറയും? എല്ലാ സഭയിലും ഉണ്ട്. ഏത്? എല്ലാ സഭയിലും. യേശു എന്താണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞത്? ഇത് എന്റെ ശരീരമാണ്, ഇത് എന്റെ രക്തമാണ്. എവിടെയാണ് ശരീരം രക്തമാണെന്ന് വിശ്വസിക്കുന്ന ഏത് പെന്തക്കോസ്തൽ സഭയുള്ളത്? ശരീരം വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അവസാനം തൊട്ടപ്പുറം തന്നെ പറഞ്ഞത് അപ്പം ഒന്നിനും കൊള്ളല്ല, ശരീരം ഒന്നിനും കൊള്ളുകയല്ല, ഞാൻ സംസാരിച്ച വചനമാണ് ജീവനും. വെരി പെർഫെക്റ്റ്. ഞാൻ ഇനി ചോദിക്കുന്ന ചോദ്യത്തിന് ബ്രദർ ഉത്തരം തരണം, വിട്ടിട്ട് പോകാം. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. യേശു ക്രിസ്തുവിന്റെ ശരീരം താങ്കൾക്ക് ഉപകരിച്ചോ ഇല്ലയോ? യേശു ക്രിസ്തുവിന്റെ ശരീരം ബ്രദറിന് ഉപകാരമാണോ അല്ലയോ? യേശു ക്രിസ്തുവിന്റെ ശരീരം യാഗം നടന്നിട്ടല്ലേ നമ്മളെല്ലാം ഉപകാരമായത്, രക്ഷിക്കപ്പെട്ടത്. അപ്പോ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് യേശു 5:6-63 പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ ശരീരത്തെ കുറിച്ചാണോ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതെന്റെ ആണോ ഓർമ്മയാ, ലൈക്ക് വൈസ് വ്യക്തമാക്കി. അല്ലെങ്കിൽ നമ്മളെല്ലാം നരഭോജികളാണ്. ഏതോ ഒരു വീഡിയോ കണ്ടല്ലോ, നരഭോജിയാണ് നമ്മള്. ബ്രദർ വ്യക്തമാക്കൂ. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഇത് യേശുവിന്റെ ശരീരത്തെ കുറിച്ചാണ്. വെയിറ്റ് ചെയ്യൂ ബ്രദർ. ഇത് യേശുവിന്റെ ശരീരത്തെ കുറിച്ചാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, യേശു ക്രിസ്തുവിന്റെ ശരീരം ബ്രദറിന് ഉപകരിച്ചോ ഇല്ലയോ? ഇല്ല. നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടത് ആരുടെ ശരീരമാണ്? ഞാൻ പറഞ്ഞേക്കാം, അത് എനിക്ക് വേണ്ടി ബലി അർപ്പിക്കപ്പെട്ടത് യേശുവിന്റെ ശരീരമാണെന്നുള്ള ഓർമ്മ ആചരിക്കാനാണ് പറയുന്നത്. അപ്പൊ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടത് യേശുവിന്റെ ശരീരമാണെങ്കിൽ ഉപകരിച്ചോ ഇല്ലയോ? മാനവരാശിക്ക് വേണ്ടി വന്നത് ഉപകരിച്ചോ ഇല്ലയോ? മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ ശരീരം ഉപകരിച്ചോ? ഒരിക്കലായി അവൻ ബലി കഴിച്ചു. അവൻ ഒരിക്കലായി ശരീരം ഉപകരിച്ചോ ഇല്ലയോ? ശരീരത്തിന് സുവിശേഷം 6-ാം അധ്യായം യേശു പരസ്യ ജീവിത കാലത്ത് പറയുന്ന കാര്യമാണ്. യേശുവിന്റെ മരണത്തിന് ശേഷമല്ല പറയുന്നത്. അപ്പൊ പരസ്യ ജീവിതകാലത്ത് യേശു പറയുകയാണ് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞത് യേശുവിന്റെ ശരീരത്തെ കുറിച്ചാണ് യേശു പറഞ്ഞതെങ്കിൽ ആ യേശുവിന്റെ ശരീരം നിങ്ങൾക്ക് ഒന്നിനും ഉപകരിച്ചില്ല എന്ന് നിങ്ങൾ പറയൂ. യേശുവിന്റെ ശരീരം കാൽവരിയിൽ ക്രൂശിതനായത് എനിക്ക് ഉപകാരമല്ലെന്ന് പറയൂ. യേശുവിന്റെ ശരീരം പീഡിപ്പിക്കപ്പെട്ടത് താങ്കൾക്ക് ഉപകാരമല്ലെന്ന് പറയൂ. ഞാൻ ബ്രദറിനെ ക്രിസ്തുവിൽ സ്നേഹത്തോടുകൂടി ഞാൻ ബ്രദറിനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്നും പറയണം യേശു ക്രിസ്തുവിന്റെ ശരീരം നിങ്ങൾക്ക് ഒന്നിനും ഉപകരിച്ചില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ.
നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം. ഞാൻ വെല്ലുവിളിക്കല്ല, കാരണം ഇത് വെല്ലുവിളിക്കാനുള്ള വിഷയമല്ല. അല്ല, ഇതിനകത്ത് വെല്ലുവിളിക്കാനുള്ള ഒറ്റ കാരണമുള്ളൂ. എന്നോട് ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇറങ്ങി വരുന്ന സ്ഥലം ചോദിച്ചപ്പോ വിടില്ല പറയണം. യേശുവിന്റെ ശരീരം നിങ്ങൾക്ക് ഉപകരിച്ചോ ഇല്ലയോ എന്ന് പറയണം, പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പൊ ഇത് കേട്ടെ, ഞാൻ പറയാം. യേശുവിന്റെ ശരീരം യേശു കാൽവരിയിൽ മരിച്ചത് കൊണ്ട് മാനവരാശിക്ക് മുഴുവൻ ഉപകാരപ്രദമായി രക്ഷയായി. അപ്പോ യോഹന്നാന്റെ സുവിശേഷം 6:63 പറയുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കില്ല എന്നുള്ളത് യേശുവിന്റെ ശരീരത്തെ കുറിച്ചല്ല എന്ന് താങ്കൾ അംഗീകരിക്കേണ്ടി വരും. അല്ല, യേശുവിന്റെ ശരീരത്തെ കുറിച്ച് തന്നെ പറയാം. കാരണം അവർക്ക് അതിന്റെ ആത്മീയ അർത്ഥം മനസ്സിലാക്കാത്ത യഹൂദന്മാരോട് പറഞ്ഞു കഠിനമാണ്. അപ്പൊ ശരീരം മാനവരാശിക്ക് ഉപകാരം എന്ന് ബ്രദർ തന്നെ പറഞ്ഞു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ല. ഒരുമിച്ച് പോകല്ലേ, അത് വിശ്വസിക്കുന്നവർക്ക് ഉള്ളത്, അല്ലാത്തവർക്ക് അല്ലെന്നേ. യേശുവിന്റെ ഫിസിക്കൽ ബോഡി, യേശുവിന്റെ ശരീരം ഒന്നിനും ഉപകരിച്ചില്ല എന്നാണ് താങ്കൾ വ്യാഖ്യാനിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 6:63 ഞാനത് വ്യാഖ്യാനിക്കുന്നില്ല. കാരണം ബൈബിളിന്റെ വ്യാഖ്യാനിച്ചു. ബ്രദർ അത് വ്യാഖ്യാനിച്ചു. ഞാൻ ചോദിച്ചു, ശരീരവും രക്തവുമായി അംഗീകരിക്കുന്ന ഏത് പെന്തക്കോസ്ത് സഭയാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നുള്ള ഉപദേശം പറഞ്ഞു. ആ വാക്യം വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, അതുകൊണ്ട് അതല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയാണ് ഞാൻ ചോദിച്ചത്, ശരീരം ഒന്നിനും ഉപകരിച്ചില്ലെങ്കിൽ യേശുവിന്റെ ശരീരം നിങ്ങൾക്ക് ഒന്നിനും ഉപകരിച്ചില്ല എന്ന് നിങ്ങൾ പറയണം. പക്ഷെ അത് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് മാനവരാശിക്ക് മുഴുവൻ ഉപകാരമായി, എനിക്ക് ഉപകാരമായി. അപ്പോ രണ്ട് സ്റ്റാൻഡ് ഒരു വചനത്തിന് എടുക്കാൻ പറ്റത്തില്ല. ഒരു വചനത്തിന് ഒരൊറ്റ വ്യാഖ്യാനമേ പറ്റത്തുള്ളൂ. ഒന്നുകിൽ യോഹന്നാന്റെ സുവിശേഷം 6:63 യേശുവിന്റെ ശരീരത്തെ കുറിച്ചല്ല എന്ന് നിങ്ങൾ പറയണം, അല്ലെങ്കിൽ അത് യേശുവിന്റെ ശരീരത്തെ കുറിച്ചാണ്, അതെനിക്കൊന്നിനും ഉപകാരപ്പെടത്തില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന് നിങ്ങൾ പറയണം. ഇത് രണ്ടിൽ ഏതാണ് നിങ്ങൾ നിൽക്കുന്നത്? കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ അതാണ് നിങ്ങൾക്ക് പറ്റിയ അവസാനം പറയാം. ഏറ്റവും വലിയ അവസാനം ചോദിച്ചാൽ നിങ്ങൾ സ്വയം ഭയങ്കരമായിട്ട് ഗണിച്ചു പോരുത്. അതായത് ബൈബിളിലും ഭയങ്കര അർത്ഥങ്ങൾ, അതിന്റെ വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്റെ പൊന്നു സഹോദരാ. അപ്പൊ എന്റെ നികളത്തെയാണ് നിങ്ങൾ അളക്കാൻ വന്നതെങ്കിൽ ഓക്കെ, അത് നമുക്ക് ദൈവവചനം സംസാരിക്കൂ. ഒന്നെങ്കിൽ ബ്രദർ പറയൂ യേശുവിന്റെ ശരീരം ബ്രദറിന് ഉപകാരപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് ഇന്നും വിശുദ്ധ കുർബാനയിൽ തന്റെ ശരീരവും രക്തവുമായി തന്നെ മാറുന്നുണ്ടോ? ഉണ്ട്. വിശ്വാസത്താൽ ഇന്നും ശരീരക്തമായി തന്നെ മാറും. ഓക്കെ, എന്നാ നിങ്ങൾ ടോപ്പിക് നിർത്തിയേ പ്ലീസ്, ക്യാൻസൽ. അത് വിശ്വസിച്ച് നിന്നോ, ദൈവം രക്ഷിക്കട്ടെ. ഓക്കെ, ദൈവം രക്ഷിക്കും. പഠിക്കുക. അപ്പൊ ഇത് വിട്ടോ. വിടുന്നില്ല, നിങ്ങളെ വിടുന്നില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേട്ടോ. 1-ാം നൂറ്റാണ്ടിൽ AD ക്രിസ്തുവിൻ മരണശേഷം 50-ാം ദിവസം ഉണ്ട്. അതാണ് യഥാർത്ഥ ദൈവസഭ. അതിന് വിഗ്രഹാരാധനയില്ല. നിങ്ങൾ പോകുന്ന ഏത് സഭ ദിവ്യബലി അർപ്പിക്കാൻ പോകുന്ന തന്നെ ഒരു ജാതീയ സഭ പോലും ഒന്നും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ, നിങ്ങളാണ് ജീവിക്കുന്നത്. AD 300-കളിലാണോ ഇത് സംഭവിച്ചത്? എവിടെയായിരുന്നു? വന്നതിന് ശേഷം മാറി. എല്ലാം എങ്ങനെയായി മാറി? ബ്രദർ ഇപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് പോകുന്നത്? ബൈബിൾ അടിസ്ഥാനത്തിലാണോ? ഞാൻ ബൈബിൾ അടിസ്ഥാനത്തിലാണോ? സംശയമുണ്ടോ? 66 പുസ്തകങ്ങൾ. ബൈബിള് കാനോനായിട്ട് 66 പുസ്തകങ്ങളാണെന്ന് ബ്രദർ പറയുന്ന 66 പുസ്തകങ്ങളിലേക്ക് ബൈബിൾ എന്നാണ് വന്നത്? അത് സഭാചരിത്രം പഠിച്ചാൽ അറിയാം. കാലഘട്ടം പറയുന്നത് അത് 3-ാം നൂറ്റാണ്ട്. അപ്പൊ അതെന്താ ബ്രദർ അംഗീകരിക്കുന്നത്? അത് കോൺസ്റ്റന്റൈന്റെ കാലത്തല്ലേ സംഭവിച്ചത്? അല്ല, അതിന് വരുന്ന സുനാമദോസി ഒരു പോപ്പ് വന്നിട്ട് അപ്പക്രൂപ പുസ്തകങ്ങൾ കൂട്ടി, പിന്നെ അടുത്ത പോപ്പ് വന്നിട്ട് കുറച്ചു. അപ്പനും മകനും പോപ്പായി, അടിപിടി, കൊല എല്ലാം നടന്നു. അതെല്ലാം എനിക്കറിയാമല്ലോ. ഞാൻ വായിച്ചിട്ടുള്ളതെന്ന്. അതുകൊണ്ട് മാർപ്പാപ്പനെ കൊന്നിട്ടുണ്ട്, അറിയോ? ബ്രദർ വായിച്ചിട്ടുണ്ടോ? അറിയാം. അപ്പൊ ഈ ചരിത്രമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ബ്രദർ എന്റെ യൂട്യൂബിലോ നോക്കിയാൽ ഞാൻ ഈ ചരിത്രമൊക്കെ വായിച്ചിട്ട് ഞാൻ അംഗീകരിച്ചത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. ബ്രദർ യൂട്യൂബ് എടുത്ത് നോക്ക്. ഞാൻ എന്റെ ചാനലിലൂടെ ഞാൻ എന്റെ ചാനലിലൂടെ തന്നെ ഈ സംഭവം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് അംഗീകരിക്കാത്ത ആളല്ല. ഓക്കെ, അപ്പൊ ബ്രദർ പറയൂ, ബ്രദർ കാനോനായിട്ട് അംഗീകരിക്കുന്ന ബൈബിള് 3-ാം നൂറ്റാണ്ടായിരുന്നു. അപ്പോ അതെങ്ങനെ നിങ്ങൾ കാനോനായിട്ട് അംഗീകരിക്കുന്നു? കാരണം ബ്രദർ പറഞ്ഞത് 3-ാം നൂറ്റാണ്ടിൽ വന്ന സകലതും തെറ്റാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ 3-ാം നൂറ്റാണ്ടിലെ കാനോൻ തെറ്റല്ലേ അങ്ങനെയാണെങ്കിൽ? എന്താ പറയുക? 1-ാം നൂറ്റാണ്ടിലെ 3-ാം നൂറ്റാണ്ടിലാണ് ഇതെല്ലാം വന്നത്. പെന്തക്കോസ്ത് നാളിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം, 3-ാം നൂറ്റാണ്ടിൽ ബൈബിൾ കാനോണായി അംഗീകരിക്കപ്പെടുന്ന ആ കാനോൺ തെറ്റല്ലേ? അതെന്തുകൊണ്ടാണ് ബ്രദർ അംഗീകരിക്കുന്നത്? ഏതാ 3-ാം നൂറ്റാണ്ടിൽ അംഗീകരിച്ചതാരാ? അന്നത്തെ സുനോദോസോ? ഒരു സുനോദോസ് അംഗീകരിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് 3-ാം നൂറ്റാണ്ടിലാണ് അത്താനിത്തിയോസിന്റെ ഒരു ഈസ്റ്റർ ലെറ്ററിൽ അല്ലെങ്കിൽ
ഉയർപ്പ് തിരുനാളിന്റെ ഒരു ലേഖനത്തില് ഒരു 27 പുസ്തകങ്ങളുടെ ന്യൂ ടെസ്റ്റ്മെന്റ് കാനോൺ പറയുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ന്യൂ ടെസ്റ്റ്മെന്റ് കാനോൺ. അപ്പൊ അത് വന്നത് 3-ാം നൂറ്റാണ്ടിന് ശേഷമായിരുന്നു. അതെന്തുകൊണ്ട് ബ്രദർ അംഗീകരിക്കും? ഞാൻ ചോദിച്ച കാര്യം മനസ്സിലായോ? ഹലോ, ഞാൻ ചോദിച്ച കാര്യം മനസ്സിലായോ? അത് മനസ്സിലായില്ല. കേക്ക് ദൂരെ കേക്ക്. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ബ്രദറിനെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ നാളെ കഴിഞ്ഞിട്ട് വിളിക്കാം. കാരണം നാളെ എനിക്ക് അപ്പൊ ഞാൻ വെറുതെ കേട്ടുകൊണ്ടിരിക്കാം. അല്ല, നമ്മൾ ഇവിടെ സംസാരിക്കാനാണ്. ഞാൻ ചോദിക്കുന്നതിന് ചോദ്യത്തിന് മറുപടിയും പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. നിങ്ങളെല്ലാം കേൾക്കണം. അതായത് വേറെ സഭയത്തിൽ എഴുതിയിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് അവരുടെ വായില് സഭാചരിത്രം എഴുതിക്കുന്ന ഒരു ഷാജി മാത്യു മൊത്തം. ഞാൻ ചോദിച്ചത് സഭാചരിത്രത്തിന്റെ കാര്യമല്ല, 3-ാം നൂറ്റാണ്ട് അതിനകത്ത് സുലഭദോസിന്റെ കാര്യം എഴുതിയിട്ടുണ്ട്. അപകൃപ പുസ്തകങ്ങൾ എന്ന് വന്നു, കാനോൺ നിയമം എന്ന് വന്നു, അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് 63 വയസ്സായി. എനിക്കിപ്പോ എല്ലാം ഓർമ്മയില്ല. വെറുതെ കഷ്ടപ്പെട്ട് നിങ്ങൾ അത് ഈ പറയുന്ന പുസ്തകമൊന്നും വായിക്കേണ്ട. POC ബൈബിളിന്റെ ആമ കൊടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് തെന്ത്രോസൂനോദോസില്, അതായത് 16-ാം നൂറ്റാണ്ടിലാണ്. ഇതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മൾ ഈ പഴയ ഒരു പഴഞ്ചൊല്ല് പറയും. നമ്മൾ ഈ അരി എത്രയെന്ന് നോക്കുമ്പോ പയറ് അല്ലല്ലോ എടുക്കണ്ടേ. ഞാൻ ബ്രദറിനോട് ചോദിച്ചത് 3-ാം നൂറ്റാണ്ടിലെ കാനോൺ നിങ്ങൾ എന്തുകൊണ്ട് എടുക്കുന്നു എന്ന് ചോദിച്ചാൽ, അപ്പൊ ബ്രദർ എന്നോട് സൂനോദോസിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ സഭാചരിത്രത്തിന്റെ കാര്യങ്ങളും പറയും. അതല്ലല്ലോ നമ്മുടെ വിഷയം. വിഷയത്തിലേക്ക് നിങ്ങളുടെ വിഷയം എന്താണെന്നറിയോ? നിങ്ങൾക്ക് മറ്റേ ഘട്ടത്തിലിരിക്കുന്നത് എന്റെ വിഷയം നിഗളവും അഹങ്കാരമാണ്. അത് ബ്രദർ നേരത്തെ പറഞ്ഞല്ലോ. അതവിടെ നിൽക്കട്ടെ. ഭയങ്കര അറിവാന്നൊരു ഭാവമുണ്ട്. ഞാൻ ഇല്ലെന്ന്, ഞാൻ അഹങ്കാരിയാണെന്ന് ഞാൻ അംഗീകരിച്ചല്ലോ. ഞാൻ നിഗളിയാണ്. ഒരു ബന്ധമില്ലോ, ഇത് രണ്ടുണ്ടെന്ന്. പിന്നെ 2 കൊമ്പുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, അതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ ഇവിടുത്തെ അപ്പൊ ബ്രദർ ആദ്യം യോഹന്നാന്റെ സുവിശേഷം 6:63 ആശയം എന്താണെന്നൊന്ന് വ്യക്തമാക്കണേ. അല്ലെങ്കിൽ ദൈവം അത് വെളിപ്പെടുത്താനൊന്ന് പ്രാർത്ഥിക്കണം. അത് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ എനിക്ക് കിട്ടുന്നത്. പെന്തക്കോസ്ത് സഭയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞ സഹോദരല്ലോ, നിങ്ങൾ പെന്തക്കോസ്തുകാരെ വിലയിരുത്താൻ നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഞാൻ കത്തോലിക്ക സഭയിലെ ഏറ്റവും പാരമ്പര്യ കുടുംബത്തിൽ എനിക്ക് വളർന്നതാണ്. കത്തോലിക്ക സഭയിലെ ഏറ്റവും പാരമ്പര്യ കുടുംബത്തിൽ എനിക്ക് വളർന്ന ആളാണ് ഞാൻ ചലഞ്ച് ചെയ്ത് പഠിച്ചതാ എവിടെ നിൽക്കാൻ വേണ്ടി. 2 ചേട്ടന്മാർ അച്ഛന്മാരാ അന്നെങ്ങാനും പുള്ളിയില്. നമ്മുടെ പ്രശ്നമുള്ളത് പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ ഇറങ്ങിയെന്ന് എനിക്കറിയാം. കുർബാനയെ കുറിച്ച് പറയണോ അതെയോ നമുക്ക് പാരമ്പര്യത്തെ കുറിച്ച് പറയണോ? എന്താ വേണ്ടേ? കുർബാനയോ? ബൈബിളില്ലാത്ത കാര്യങ്ങളാ മനസ്സിലാക്കോ? അപ്പൊ ബൈബിളിൽ ഇല്ലാത്ത കാര്യമാണെന്നുള്ളത് നിങ്ങൾ എന്താ വാക്കുകൊണ്ടാണ് ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു. അവിടെ നിന്ന് പിന്നെ പോയിട്ട് പിന്നെ നമ്മൾ ഇവിടെ വന്ന് നിൽക്കണേ. എവിടെ? യോഹന്നാൻ സുവിശേഷം 6:61 അവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ചാടാൻ പറ്റിയിട്ടില്ല. അവിടെ നമുക്കൊരു സ്റ്റെപ്പ് അതിന്റെ അപ്പുറത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സംസാരിച്ച വചനമാണെന്ന്. അതായത് യോഹന്നാൻ ഞാൻ അവിടെയും പറയാണ് അത് ശരി തന്നെയാണ്. വചനം തീർച്ചയായിട്ടും ആ വചനം മാംസമായതാണെന്നുള്ള യോഹന്നാൻ തുടക്കം പറഞ്ഞിട്ടുണ്ടോ? വചനം മാംസമായതാണ്. ആ മാംസം ഇന്നും നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ജീവന് വേണ്ടിയിട്ട് നിത്യജീവന് വേണ്ടിയിട്ടാണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ആ ശരീരം ഭക്ഷിക്കണ്ടേ? ആ രക്തം പാനം ചെയ്യണ്ടേ? ഇല്ല. അതിന് പകരം നമുക്ക് തന്നിരിക്കാൻ അറിയാം. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവായിട്ടാണ് തന്നിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ. അതായത് പഴയ നിയമത്തിൽ ന്യായപ്രമാണം പുറത്തായിരുന്നു. അതായത് നിങ്ങൾ ദാവീദിന്റെ സംഗീതം വചനം ആയിരക്കണക്കിന് ഡിഗ്രി വചനങ്ങൾ വായിക്കണം. ചുമ്മാതല്ല, നേരെ വചനം കിടക്കുകയാണ്. ശരീരം ഭക്ഷിക്കണം, ശരീരം ഭക്ഷിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് വചനം കിടക്കുക. അപ്പോ ഞാൻ ചോദിക്കുന്നത് ഭക്ഷിക്കണ്ട എന്നുള്ളതിന് ഡയറക്റ്റ് റെഫറൻസ് പറഞ്ഞു. കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്തെന്ന് പറഞ്ഞാണ് അന്ത്യത്താരം കർത്താവ് യോഹന്നാൻ തന്നെ പഴയ നടത്തുന്നത്. നടത്തുന്നില്ലേ? അത് ശരീരവും രക്തമാണെന്ന് എന്നെ പറഞ്ഞിട്ടല്ലേ കൊടുത്തത്. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്തിരുന്നു. പൗലോസ് അപ്പോസ്തലൻ സഭയിലേക്ക് കടന്നു വന്നത് ഏത് കാലഘട്ടത്തിലാണ്? പൗലോസിന്റെ അല്ലല്ലേ, യേശുവിന്റെ തന്നില്ലേ ഇത്? പിന്നെ നടത്തിയില്ലേ? അപ്പൊ സ്ഥാപിച്ചതിന് ശേഷം എത്രയോ വർഷം കഴിഞ്ഞിട്ടാ പൗലോസ് വന്നേ. എന്നിട്ട് കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തില് പൗലോസ് ദൈവം താൻ പരമേൽപ്പിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടാണ് വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നത്. അപ്പോ പൗലോസ് അത് ചെയ്തിരുന്നതായിട്ട് അപ്പസ്തോല പ്രവൃത്തി 16 നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവർ അനുദിനം അപ്പം മുറിക്കൽ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് യേശുവിന്റെ ശരീരം വ്യക്തമായിട്ട് നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല? ആരെ വിശ്വസിക്കാതിരിക്കുന്നത്? എങ്ങനെയാണ് പറയുന്നത്? അതായത്
നിങ്ങളെ ബൈബിൾ വായിക്കുമ്പോൾ അതിന്റെ എല്ലാ ഇന്റർപ്രിട്ടേഷൻസും പഠിക്കണം. ഒന്നൊന്നിനോട് ലിങ്ക് ചെയ്ത് കിടക്കുക. ദാവീദ് ഇരുപത്തിമൂന്ന് പറയുന്നു, സൂര്യകൾ താഴ്വരെ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടി ഇരിക്കുന്നു. ഇപ്പോഴത്തെ ഇവിടെ നെഫേസിലായിട്ട് പറയുമ്പോൾ പൗലോസ് പറയുന്നു, മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. പുതിയ നിയമത്തിൽ എഴുതി കർത്താവ് നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്, കൂടെയല്ല. മനസ്സിലായോ? അപ്പൊ ആ ആത്മാവാകുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിന്റെ ആലയമാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. ആ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തി ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുവിന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന വിശുദ്ധ കുർബാന, അല്ലെങ്കിൽ തിരുവത്താഴം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കർത്തൃമേശം എന്ന് ബ്രദർ പറയുന്ന, ഏത് പേരിട്ട് നിങ്ങൾ വിളിച്ചോ, ഈ ശുശ്രൂഷ കർത്താവ് സ്ഥാപിച്ചതാണ്. ഇത് അന്ത്യത്താഴ സമയത്ത് സ്ഥാപിച്ചതാണ്. ഇത് അപ്പസ്തോലന്മാരുടെ പാരമ്പര്യമാണ്. സകല അപ്പസ്തോലന്മാരും ഇത് പാലിച്ചിരുന്നു. അതിനും വർഷങ്ങൾക്ക് ശേഷം വന്ന പൗലോസ് അപ്പസ്തോലൻ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് കർത്താവിൽ നിന്ന് വരമേൽപ്പിച്ച ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഒരു കാര്യം കൂടി വ്യക്തമായിട്ട് എടുത്ത് പറയുകയാണ്, ശോധനയോടെ ഭക്ഷിച്ചില്ലെങ്കിൽ ഇത് നിന്റെ രോഗത്തിനും ഇത് നിന്റെ ബലഹീനതയ്ക്കും മരണത്തിനും കാരണമാകും. വെറും അപ്പക്കഷ്ണം, വെറും ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കേക്ക് മുറിക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ബ്രദറെ ഇതെന്റെ ശരീരത്തിന് ദോഷത്തിനും രോഗത്തിനും മരണത്തിനും കാരണമാകുന്നത്? യേശുവിന്റെ ശരീരവും രക്തമാണെന്ന് ബ്രദർ വിശ്വസിക്കുന്നുണ്ടോ? വിശുദ്ധ കുർബാന ഉണ്ട്. അപ്പൊ അത് ട്രാൻസ്ഫോർമേഷൻ ആകുന്നില്ലേ? അപ്പൊ നമ്മൾ നരഭോജികളാണോ? ഓക്കെ. അപ്പൊ ആദ്യം ബ്രദർ തുടക്കം പറഞ്ഞത് ശരീരവും രക്തമാണെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അല്ല, ശരീരത്തോട്ട് വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ ഓർമ്മയാചരണം ചെയ്യുക, ജസ്റ്റ് ഒരു ലൈറ്റ് വൈസ്. ഇത് ശരീരവും രക്തമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസത്തിൽ അത് പെട്ടെന്ന് അത് ശരീരവും രക്തമായിട്ട് മാറുന്നില്ല. ബ്രദറിന്റെ പ്രശ്നം സത്താമാറ്റം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ട്രാൻസ് സബ്സ്റ്റാനിയേഷൻ തിയറി എന്ന് പറയുന്ന തിയറി ഡീറ്റെയിൽ ആയിട്ട് ബ്രദർ ഒന്ന് പഠിച്ചു നോക്കുക. ഞാൻ ആ തിയറിയോട് ഫോളോ ചെയ്യുന്ന ഒരാളല്ല, അല്ലെങ്കിൽ ആ തിയറിക്ക് പൂർണ്ണമായ അനുയോജ്യമുള്ള ഒരു ചിന്തയല്ല എനിക്കുള്ളത്. അതായത് ഈ പറയുന്ന ട്രാൻസ് സബ്സ്റ്റാനിയേഷൻ തിയറി എന്ന് പറയുന്ന സംഭവത്തോട് എനിക്ക് 100% യോജിപ്പൊന്നുമില്ല. ഓക്കെ, അത് വന്ന കാലഘട്ടം എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ അതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. പക്ഷെ യേശുവിന്റെ ശരീരവും രക്തവും തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വിശ്വാസത്താലാണ്. അത് വിശ്വാസത്തിൽ 100% ഞാൻ വിശ്വസിക്കുന്നു അത് തന്നെയാണെന്ന്. അപ്പൊ അതാണ് ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. ബ്രദർ ശരീരവും രക്തമാണെന്ന് തന്നെ വിശ്വസിക്കുന്നല്ലോ അല്ലേ? ശരീരം വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അത് ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് പറഞ്ഞില്ല. അപ്പൊ പിന്നെ ഈ യോഹന്നാന്റെ സുവിശേഷം 6:63 ഒരു പ്രശ്നമല്ല, യേശുവിന്റെ ശരീരം തന്നെയാണല്ലോ അത്. അപ്പൊ ശരീരം എനിക്ക് ഉപകരിച്ചു, ആ ശരീരം എന്നെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നു. ബൈബിളിന്റെ കാര്യങ്ങൾ ഒന്നുകൂടെ സമാധാനമായിട്ട് ചിന്തിക്കുക. അതായത് യേശു പറഞ്ഞു ഈ ഞാൻ 3 ദിവസം കൊണ്ട് ഈ പെന്തക്കോസ്ത് സഭകളെല്ലാം വിശ്വസിക്കുന്നുണ്ട് യേശുവിന്റെ ശരീരം രക്തമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പെന്തക്കോസ്ത് എന്ന് പറയുന്ന സഭയല്ല ബ്രദറെ, അതൊരു അത്ഭുതം, ഒരു എന്താ പറയുന്ന ഒരു അനുഭവമാണ്. ഈ പറയുന്ന പെന്തക്കോസ്തിലെ സഭകള്, അല്ലെങ്കിൽ ഇന്നിപ്പം നമ്മളിപ്പോ കേരളത്തിൽ കാണുന്ന ബഥേലോ IPCയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇവര് അത് യേശുവിന്റെ ശരീരവും രക്തവുമായി വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. മാനവരാശിക്ക് വേണ്ടി യേശുവിന്റെ രക്തവും ശരീരമായിട്ട് മാറിയെന്ന് വിശ്വസിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓരോ ദിവസം കർത്തൃമേശ കുർബാന നടത്തുമ്പോൾ അതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോ അത് നമ്മള് അതായത് കർത്തൃമേശ നടത്തുമ്പോ അത് ശരീരവും രക്തവും അല്ല, മാറുന്നില്ല. അപ്പൊ പിന്നെ എന്തിനാ നടത്തുന്നത്? ഓർമ്മയാചരിക്കാൻ. അത് തൊട്ട് അടുത്ത വാക്യം വായിച്ചു നോക്കാം. ഓർമ്മയാചരിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ബ്രദറിന് എത്ര വയസ്സായെന്ന് പറഞ്ഞ? 63 ആകുമ്പോൾ. ബർത്ത്ഡേക്ക് എന്തെങ്കിലും കേക്ക് മുറിച്ചിട്ടുണ്ടോ? ബർത്ത്ഡേയോ? എന്തെങ്കിലും കേക്ക് മുറിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ബർത്ത്ഡേ മുറിച്ചിട്ടുണ്ട്. പിള്ളേരുടെ കേക്ക് മുറിക്കാറുണ്ട്. കേക്ക് ഇതുപോലെ കർത്തൃമേശയായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ തന്നെ ശരീരശോധന ഇല്ലാതെ കേക്ക് മുറിച്ചാൽ അത് ശിക്ഷയ്ക്ക് കാരണമാകും. എന്റെ പിന്നെ കേക്കാണോ കർത്തൃമേശ? ശരീരശോധന ഇല്ലാതെ കേക്ക് മുറിച്ചാൽ അത് ശിക്ഷയ്ക്ക് കാരണമാകില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഓർമ്മ ആചരിക്കുമ്പോ ഈ ശരീരം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യണം. ഇത് ശരീരവും ആകുന്നില്ല, രക്തവും ആകുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല, വെറും അപ്പം, വെറുതെ ഒരു ബിസ്ക്കറ്റ് പോലെ ആണെങ്കിൽ അതെങ്ങനെ ശിക്ഷയ്ക്ക് കാരണമാകുന്നെന്ന് ബ്രദർ പറഞ്ഞു. അത് ശിക്ഷിക്കാനാവുന്ന അവിടെ പറയുന്നില്ലല്ലോ. അത് ശോധന ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വെച്ചുണ്ട്, പാവം വെച്ചെന്നാണെങ്കിൽ പശ്ചാത്തലം പൗലോസ് അപ്പോസ്തലൻ കർത്തൃമേശയെ കുറിച്ച് പറയുന്നതാണ്, വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നതാണ്. അത് പറഞ്ഞിട്ട് താഴോട്ട് പറയുകയാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ പറഞ്ഞ് അതിന് താഴെ 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഈ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ശോധനയോടെ ചെയ്യണം.
അപ്പൊ ശോധനയോടെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ആത്മശോധനയും വേണം, ശരീരശോധനയും വേണം, രണ്ടും വേണം. ഇത് രണ്ടും വേണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ നേരത്തെ ചോദിച്ചു, ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ അത് ഓർമ്മയാചരിക്കുന്നതാ, എന്റെ ജനനത്തിന്റെ ഓർമ്മയാചരിക്കുക. അത് കേക്ക് തന്നെയാ, കേക്ക് മധുരം തന്നെയാ. പ്രത്യേകിച്ച് യാതൊരുവിധ ട്രാൻസ്ഫോർമേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ഇറ്റ്സ് റിയാലിറ്റി, ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ ആത്മശോധനയോ ശരീരശോധനയോ ചെയ്യാതെ കേക്ക് മുറിച്ചാൽ എനിക്ക് യാതൊരുവിധ ശിക്ഷയ്ക്കും കാരണമാകുന്നില്ല എന്ന് ബ്രദർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതേ കേക്ക് പോലെ തന്നെ അതേ സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ ഒരു കാര്യവും നടക്കുന്നില്ല, ഒരു വ്യത്യാസവും ഇല്ല, ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ബ്രദർ പറയുമ്പോ എങ്ങനെ എന്റെ ശിക്ഷയ്ക്ക് കാരണമാകും? എങ്ങനെ അതെന്നെ കേട്ടോ, ഞാനിപ്പോ ഉദാഹരണം പറയാം. ഞാൻ ബ്രദറിനോട് ഒരു 10,000 മേടിച്ചു, എന്നിട്ട് ഞാൻ തരുന്നില്ല, ചതിച്ചു. അല്ലെങ്കിൽ വേറൊരു വിഷയം, ഞാനൊരു രഹസ്യപാപത്തിന് അടിമയാണ് കേട്ടോ. ആ രഹസ്യപാപത്തിന് അടിമയാകുമ്പോൾ കർത്താവ് രഹസ്യങ്ങൾ അത് ദൈവത്തോട് ഏറ്റു പറഞ്ഞ് അത് ഉപേക്ഷിക്കണം. ആ ശോധനയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ കേക്കിന്റെ ടേസ്റ്റ് ക്വാളിറ്റി ഒന്നുമല്ല. അതായത് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം വസിക്കുന്ന ഹൃദയത്തിൽ ഞാൻ എതിരായിട്ട് എന്തെങ്കിലും ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാവുന്ന പരിസ്ഥാത്മാവിന് വിരോധമായിട്ട് എന്തെങ്കിലും ചെയ്താൽ അതിനെ ശോധന ചെയ്ത് ഉപേക്ഷിക്കണം. ഇപ്പൊ എന്റെ കൂട്ടുകാർ സഹോദരങ്ങൾ ഗർഭിച്ചിരിക്കുന്ന ഒരാൾ മിണ്ടാതെ മാസങ്ങളായി, അപ്പൊ മിണ്ടാതെ ഇരുന്നിട്ട് കർത്തൃമേശ എടുത്തു കഴിഞ്ഞാൽ അത് ശാപമായിട്ട് വരും, അത് ശിക്ഷയായിട്ട് മാറും. അപ്പൊ കർത്തൃമേശ എടുക്കുമ്പോഴാണത് കാരണമാകുന്നുള്ളതോ? അതെന്തുകൊണ്ട് എടുത്തില്ല? എടുക്കാറില്ല. അത് യേശുവിന്റെ ശരീരവും രക്തവും ആയതുകൊണ്ടല്ലേ അവിടെ പ്രശ്നം വരുന്നത്? അവിടെ ആകുന്നതുകൊണ്ടല്ല, അത് നമുക്ക് വേണ്ടി ചെറിയ ഭാവന വ്യക്തമായിരുന്നത് കൊണ്ടാണ്. അവിടെയാണ് ഞാൻ കേക്കിന്റെ ഉദാഹരണം വെച്ചത്. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ കേക്ക് കഴിക്കുന്ന പോലെ നിങ്ങൾ അവിടെയും കഴിക്കുന്നു, അല്ലാതെ എന്താ വ്യത്യാസം? അല്ല, അവിടെ തന്നെ അപ്പൊ നമ്മൾ രക്തം കുടിക്കണോ? ആടിന്റെ രക്തം മേടിച്ച് കുടിക്കണോ? ആടിന്റെ രക്തമല്ല, യേശുവിന്റെ കുഞ്ഞാടിന്റെ, ദൈവത്തിന്റെ കുഞ്ഞാട്. മനുഷ്യ രക്തം കുടിക്കണോ? ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കുഞ്ഞാടിന്റെ മുന്തിരി എന്നല്ലേ? കുഞ്ഞാടിന്റെ രക്തം കുടിക്കുന്നു. അത് നമ്മൾ മുന്തിരി ഭക്ഷിക്കുന്നു. കാരണം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ ശരീരം ഭക്ഷിക്കണം തന്നെ പറഞ്ഞിരിക്കുന്നത്. വായിച്ചു നോക്കുമ്പോൾ അത് വചനം ഭക്ഷിക്കണമെന്നാ. വചനം നിക്കോദോമസിനോട് പറഞ്ഞ നീ വീണ്ടും ജനിക്കണമെന്ന് വചനത്തിൽ. അതേ ആറിന്റെ അതിന്റെ അവസാനം പറഞ്ഞു, നിങ്ങൾ വചനം എന്തൊന്നും കൊള്ളുകയല്ല, ഞാൻ സംസാരിച്ച വചനമാണ് ജീവനും. വചനം ഭക്ഷിക്കണമെന്നാണ്, മനസ്സിലാകല്ല. ഇറച്ചി ഭക്ഷിക്കണമെന്നല്ല. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അതിന്റെ അർത്ഥം എന്നതാ? അത് യേശുവിന്റെ ശരീരമാണോ ഉപകരിക്കില്ല എന്ന് പറഞ്ഞു? വചനം ഭക്ഷിക്കണമെന്നാ. ശരീരം ഒന്നിനും ഉപകരിക്കില്ല എന്നൊരു വാക്കവിടെ കാണുന്നുണ്ടല്ലോ. ഉണ്ട്, അത് മോളിൽ പറഞ്ഞിട്ടുണ്ട്. അത് യേശുവിന്റെ ശരീരമാണോ? അതെ, യേശുവിന്റെ ശരീരം ഒന്നിനും ഉപകരിച്ചില്ലേ? ഇല്ല. അതായത് പറഞ്ഞേക്ക് പറഞ്ഞു മാനവർക്ക് മുഴുവൻ ഉപകരിച്ചു എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറയും, എന്റെ പൊന്നു സഹോദര, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അടുത്ത കേട്ടോ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു. അതായത് അപ്പമായിട്ടാണ് ഓർമ്മിച്ചിരിക്കുന്നത്, അല്ല ആട്ടർക്കായിട്ടല്ല. അപ്പം ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ ശരീരമാണ്. അതിന് വേണമെന്നുണ്ടെങ്കിൽ ബ്രദർ ഇപ്പൊ ചിരിച്ചതാണല്ലോ, നമുക്കൊന്ന് പുറകോട്ട് പോവാം. ഈ ശരീരത്തെ കുറിച്ച് പറഞ്ഞപ്പം, രക്തത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഇത് വെറും ഒരു ഉപമയായിരുന്നെങ്കിൽ, തൊട്ടു മുകളിൽ യഹൂദർക്ക് തർക്കം ഉണ്ടാകുകയാണ്. ഇതിനെ കുറിച്ച് യഹൂദരുടെ ഇടയിൽ തർക്കം ഉണ്ടാകുകയാണ്. അവർക്ക് മനസ്സിലായില്ല കാര്യമാണ്. വായിച്ചോളൂ 52-ാമത്തെ വാക്യം. ഇതേ പറ്റിയ യഹൂദരുടെ ഇടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷിക്കാൻ തരാൻ ഇവന് എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. അപ്പൊ യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവുകയില്ല. അതായത് നമ്മളിപ്പോ ഒരു തർക്കം പറയുമ്പോ ബ്രദർ ഇപ്പൊ ചിന്തിച്ച പോലെ, എടാ അത് ഒരു ഉദാഹരണം പറഞ്ഞതല്ലേ, നിങ്ങൾ അപ്പോഴേക്ക് തെറ്റിദ്ധരിച്ചോ? ഞാനത് വചനമാകുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്, മക്കൾക്കത് മനസ്സിലായില്ലേ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട യേശു നേരെ തിരിച്ച് രക്തത്തെ കുറിച്ച് അതുവരെ ഒരു വാക്ക് പോലും സംസാരിക്കാതിരുന്ന യേശു ശരീരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേ അവർക്ക് ഇടർച്ച ഉണ്ടായി കഴിഞ്ഞപ്പോ യേശു പറയാണ്, അത്രേ മനുഷ്യപുത്രന്റെ ശരീരം മാത്രം പോരാ, രക്തം കൂടി ഭക്ഷിക്കണമെന്ന്. അതായത് ഒരു സ്റ്റെപ്പ് കൂടി കൂട്ടി പറയുക. അതായത് ഇടർച്ച ഉണ്ടാകാൻ കുറച്ചും കൂടുതൽ ഇടർച്ച ഉണ്ടായി പോട്ടെ എന്ന് വെച്ചിട്ട്. ഇതിന് ശേഷം അവരിൽ നിന്ന് അനേകരെ ഇടർച്ചയായിട്ട് പോയി, ഒരുത്തം പോലും തിരിച്ചു വന്നില്ല.
അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കില്ലെന്ന് 63-ാം വാക്യം പറയുന്നത്. അപ്പൊ 63-ാം വാക്യം പറയുന്നത് യേശുവിന്റെ ശരീരമാണ് എങ്കിൽ ബ്രദർ പറയണം എനിക്ക് യേശുവിന്റെ ശരീരം എങ്ങും ഉപകരിച്ചില്ലെന്ന്. അല്ലെങ്കിൽ ബ്രദർ പറയണം വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ ശരീര രക്തങ്ങൾ തന്നെയാണ്, വിശ്വാസത്താൽ ഞാൻ സ്വീകരിക്കുന്നു, ആ വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോൾ എനിക്കത് രക്ഷയ്ക്കായിട്ട് മാറുമെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ബ്രദർ അംഗീകരിച്ചു എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. കേട്ടോ, അതല്ല അതിന് മറുപടി ഞാൻ പറയാം, ബിബ്ലിക്കലായിട്ട് മറുപടി പറയാം, സ്പിരിച്വലി പറയാം. അതായത് ഈ കർത്താവ് ഈ മാതാവിന്റെ ഉദരത്തിൽ യേശു ജനിച്ചത് എങ്ങനെയാണ്? അതെങ്ങനെ, അത് എന്താ അതിന്റെ എങ്ങനെ ഏതാന്ന് ചോദിച്ചാൽ അതിന് മാസം നമ്മൾ വസിച്ചു. അപ്പം ആ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു മറിയെ നീ ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞ വാക്ക്, ആ വചനമാണ് മാംസമായിട്ട് തീർന്നത്. മനസ്സിലായോ? അതിനെ ലിങ്ക് ചെയ്താണ് കർത്താവ് ഇവിടെ പറയുന്നത്, മാംസം ഒന്നിനും കൊള്ളുകയില്ല, ഞാൻ സംസാരിച്ച വചനമാണ് നിങ്ങൾക്ക് ജീവനും നിത്യം നൽകുക. അതായത് യേശു ക്രിസ്തുവിന്റെ വചനമാകുന്ന ക്രിസ്തു ജഡം എടുത്തപ്പോൾ തന്നെ അതിൻ്റെ മാംസവും രക്തവും ഉണ്ട്, ശരീരമായിട്ട് മാറി. പിന്നെ ആ ശരീരം മാതാവിലൂടെ ലോകത്തിന് നൽകപ്പെട്ടു. യേശുവായിട്ട് ജനിച്ചു, 30 വർഷം വരെ അടങ്ങി ഒതുങ്ങി ജീവിച്ചു. അതായത് ഗബ്രിയേൽ ദൂതൻ മാതാവിനോട് പറഞ്ഞു നീ ഒരു മകനെ പ്രസവിക്കും. ആ വാക്കാണ്, വചനമാണ് മാംസമായി ഒരു പൂർണ്ണമായിട്ട് മാറിയത്. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകപ്പെട്ടു. എല്ലാവരും അറിയാം യേശു ജനിച്ചത് ആ വചനത്തിന്റെ അകത്ത് മാംസവും രക്തവും ഉണ്ട്. മനസ്സിലായോ? അല്ലാതെ ഒരു ഗുണമാകല്ലോ. ആ വചനമാകുന്ന ക്രിസ്തുവിനെ നമ്മൾ ഭക്ഷിക്കണമെന്നാണ് കർത്താവ് അതിന്റെ ബ്രീഫ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം പത്രോസ് പറയുന്നുണ്ട്, ഈ ദൈവത്തിന്റെ വചനം സ്വയമായി വ്യാഖ്യാനിക്കുന്നതല്ല, അത് അനേക സ്ഥലങ്ങളിൽ കൂടെ ലിങ്ക് ചെയ്ത് പഠിക്കേണ്ട വചനമാണ്. അല്ല ചുമ്മാ ഓരോരുത്തർ പഠിച്ചിട്ട് അങ്ങനെ അതാണ് പറ്റിയ അവസ്ഥയല്ല സഭകൾക്ക്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനാൽ ഇവിടെ പറയപ്പെടുന്നു നീ വീണ്ടും ജനിക്കണം. ഈ നിക്കോദോസിനോട് പറഞ്ഞു നീ പുതുതായി ജനിക്കണം. അതിന്റെ അർത്ഥം എന്താ? ബോൺ അഗെയിൻ. ഇപ്പോൾ ജനിച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെതാണ്, ഈ ലോകത്തിന്റെ അമ്മ. അപ്പം നിക്കോദോസ് അവിടുത്തെ ഉപദേഷ്ടാവായിട്ട് ചോദിച്ചു ഇതെങ്ങനെ സാധിക്കും, അമ്മയുടെ വയറ്റിൽ കയറി വീണ്ടും ജനിക്കാൻ സാധിക്കുമോ? അപ്പോൾ കർത്താവ് പറഞ്ഞു അല്ല, നീ വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. സമ്മതിച്ചു. അതായത് മെറ്റഫോറിക് ആണ് കർത്താവ് പറഞ്ഞത്, അത് ഉപമയാണ് അല്ലെങ്കിൽ ഉപമയമാണ് എന്നുള്ള രീതിയിൽ ബ്രദർ പറഞ്ഞു വരുന്നത്. ഈ കാര്യം അതായത് ശരീരരക്തങ്ങളുടെ കാര്യം അത് മെറ്റഫോറിക് ആണ് എന്ന് ബ്രദർ പറഞ്ഞു വരുമ്പോൾ അത് മെറ്റഫോറിക് ആണെന്ന് ബൈബിളിൽ യാതൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അത് മെറ്റഫോറിക് ആണെന്ന്. ആകെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരൊറ്റ വാക്യം അത് മെറ്റഫോറിക് ആണെന്ന് പറയാനുള്ള വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 6:63. അവിടെയാണ് ഞാൻ ബ്രദറിന്റെ അടുത്ത് തിരിച്ചു ചോദിച്ചത്, അത് യേശുവിന്റെ ശരീരത്തെ കുറിച്ചാണ് യേശു പറഞ്ഞതെങ്കിൽ, അതായത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നുള്ളത് തന്റെ ശരീരത്തെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, അങ്ങനെ തന്റെ ശരീരത്തെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ എന്ന് മാത്രമാണ് നമുക്ക് അത് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്, അതുകൊണ്ട് അത് ഞാനൊരു ഉപമയായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ അത് അങ്ങനെ മനസ്സിലാക്കിയ ആ ഒരു 6:65 ഇത് ഹേതുവായിട്ടത്ര 6:65 പറയാണ്. ഹേതുവായിട്ടത്ര ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. ഇത് കൃപ ലഭിക്കാതെ മനസ്സിലായല്ലോ ബ്രദറെ, വേണ്ടി പ്രാർത്ഥിക്കുക. വെരി കറക്റ്റ്. ആ കൃപ ലഭിക്കാത്തതിന്റെ പ്രശ്നമാണ് ബ്രദറെ ഇവിടുത്തെ പ്രശ്നം. യേശുവിന്റെ ശരീരരക്തങ്ങളില്ലാതെ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി കർത്താവ് പഠിപ്പിച്ചിട്ടും പറഞ്ഞിട്ടും എനിക്ക് ശരീരം വേണ്ട, രക്തം വേണ്ട. ആദിമസഭയിലെ സകല അപ്പസ്തോലിക സഭകളും അത് ശരീരവും രക്തവുമായി വിശ്വസിച്ചിരുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ സകല അപ്പസ്തോലന്മാരും വിശുദ്ധ ബൈബിളല്ല ഞാൻ ഇത്ര നേരം എടുത്തു വെച്ച് വാക്യം പറഞ്ഞത്. എന്നിട്ട് ബ്രദറല്ല മെറ്റഫോറിക് ആണെന്ന് പറഞ്ഞു. മെറ്റഫോറിക് ആണെന്നുണ്ടെങ്കിൽ എവിടെയാണ് തെളിവ്? അത് ഉപമയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് പറയാ? ഉപമ എന്ന് പറഞ്ഞ് തെളിയിക്ക്. അതാണ് 6:63 വെച്ചിട്ടാണ് നിങ്ങൾ ഉപമയാണെന്ന് പറഞ്ഞത്. 6:63 ഉപമയാണെന്നുണ്ടെങ്കിൽ യേശുവിന്റെ ശരീരം നിങ്ങൾക്കൊന്നും ഉപകരിച്ചില്ല എന്ന് നിങ്ങൾ തെളിയിക്കേണ്ടി വരും. അപ്പൊ അത് സഹോദര ആ കൃപയ്ക്ക് വേണ്ടി, അതായത് കേട്ടോ, ബൈബിളിന്റെ മുഴുവൻ പഠിക്കണമെങ്കിൽ വചനത്തിന്റെ കാര്യങ്ങൾ നമ്മളൊരു കാര്യം തർക്കമായിട്ട് പറയുമ്പോ ബ്രദർ കൃപയെയും നികളത്തെയും അഹങ്കാരത്തെയും ഒന്നും കൊണ്ടുവരില്ല. അതൊക്കെ വെറുതെ രക്ഷപ്പെടാനുള്ള ഇല്ലെന്ന് ഓക്കെ, അതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ നമ്മളിപ്പോ ഒരു കാര്യം വചനം എടുത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ജനുവനായിട്ടുള്ള ചോദ്യമാണ് ബ്രദറിനോട് ചോദിച്ചത്. ശരീരം ഒന്നിനും ഉപകരിച്ചില്ലെങ്കിൽ ബ്രദറിന് യേശുവിന്റെ ശരീരം ഒന്നിനും ഉപകരിച്ചില്ല എന്ന് ബ്രദറിന് പറയാൻ പറ്റില്ല. കാരണം ബ്രദറിന് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് പറഞ്ഞാലും അവനാണ് എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചതെന്ന് പറയാനേ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ അങ്ങനെയെങ്കിൽ യേശു 6:63 പറഞ്ഞത് യേശുവിന്റെ ശരീരത്തെ കുറിച്ചല്ല എന്ന് പറയേണ്ടി വരും നമുക്കവിടെ. കാരണം പറയില്ല. യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത്, യേശുവിന്റെ മരണം ഉത്ഥാനത്തിന് മുൻപ് യേശു തന്റെ ശരീരം ഒന്നിനും ഉപകരിക്കില്ല എന്നൊരു വാക്ക് യേശുവിന് പറയാൻ പറ്റത്തില്ല.
അവിടെ യേശു ഉദ്ദേശിച്ചത് ശരീരം ഒന്നിനും ഉപകരിക്കില്ല എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ജഡത്തെ കുറിച്ചാ. ഈ ജഡം, നിന്റെ ജഡം നിനക്ക് ഒന്നിനും ഉപകരിക്കത്തില്ല, എന്റെ ജഡം എനിക്കൊന്നിനും ഉപകരിക്കത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാനുഷികമായി യാതൊരുവിധ ജഡവും ഒരുത്തിനും ഒന്നിനും ഉപകരിക്കില്ല. ആത്മാവാണ് ജീവൻ നൽകുന്നത്. കാരണം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് അവർ നമുക്ക് മരിച്ചവരാണെങ്കിലും ദൈവസന്നിധിയില് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആത്മാവിൽ ജീവിക്കുന്നവരാണ്. എനിക്ക് അവർ ജീവിക്കുന്നവരാണെന്ന് യേശു തന്നെ പറഞ്ഞു. അതുകൊണ്ട് അവർ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. യേശുവിന്റെ ശരീരത്തെ കുറിച്ചല്ല. യേശുവിന്റെ ശരീരത്തെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 6:52 മുതൽ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, എന്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കണം, എന്റെ രക്തം നിങ്ങൾ പാനം ചെയ്യണം, നിങ്ങളുടെ നിത്യജീവന് ഏക വഴി അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എന്നാ ബ്രദറെ, അത് പറഞ്ഞത് വചനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ബൈബിളിലെ ബ്രദറെ, ഈ പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം ഞാൻ 100% അംഗീകരിക്കാം. അതായത് ഒരു കത്തോലിക്കനായ ഒരു വ്യക്തി വിശുദ്ധ കുർബാനയെ കയറി പോയിരിക്കുമ്പോൾ ദൈവവചനം യാതൊരു വിധത്തിലും അനുകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതെ വചനത്തെ കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാതെ വെറുതെ വായ നീട്ടി വാങ്ങുന്ന വിശുദ്ധ കുർബാന അത് അവന്റെ ശാപത്തിനും നാശത്തിനും കാരണമാകുന്നല്ലാതെ ഒരു അനുഗ്രഹത്തിനും ഒരുത്തിനും കാരണമാവില്ല. വചനം അറിയാത്തവന്, സുവിശേഷം കേൾക്കാത്തവന്, ദൈവവചനത്തെ സ്വീകരിക്കാത്തവന് ഒരു വിശുദ്ധ കുർബാനയും കൊണ്ടും ഒരു ഗുണമില്ലാന്ന് ഞാൻ 100% ഉറപ്പിച്ച് പറയാം. പക്ഷേ വചനം സ്വീകരിച്ച് വചനം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ആ ഒരു കൂദാശയിലൂടെ യേശുവിന്റെ ശരീരവും രക്തവും തന്നെയാണെന്ന് വിശ്വസിക്കാം. അത് നിത്യജീവന് കാരണമാകുമെന്ന് വിശ്വസിക്കാം. യെസ്, ദൈവത്തിന്റെ ആലയവും വിഗ്രഹവുമായിട്ട് എന്ത് ബന്ധം? നിങ്ങൾ യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങൾ അവരെ വിട്ട് പുറപ്പെടുകയും എവിടേക്ക് പുറപ്പെടുന്നു? അതില്ലാത്ത സ്ഥലത്തോട് പോകണം. എവിടെയാണുള്ളത്? അത് കണ്ടുപിടിച്ചു. എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരും. എനിക്കൊരു സ്ഥലം എന്നോട് ഞാൻ കേരളത്തിൽ വരുമ്പോൾ വരാം. ഞാൻ കേരളത്തിൽ വരുമ്പോ വരാം. ബ്രദർ പറയുന്നിടത്ത് പറയാം. പക്ഷെ ഞാൻ ചെല്ലുന്നിടത്ത് പണം എന്ന വിഗ്രഹം ഉണ്ടാകരുത്. ഇല്ല, ഒന്നുമില്ല. ഒരു വിഗ്രഹം ഉണ്ടാവരുത്. എനിക്ക് പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ഏതാണ് സഭ, ഏതാണ് മിനിസ്ട്രി പറഞ്ഞോളൂ. അത് ഞാൻ എല്ലായിടത്തും പോകും. അതായത് ഞാൻ കണ്ടിരിക്കുന്ന പെന്തക്കോസ്ത് സഭകളിലെ പലയിടത്തും പണം അവർക്കൊരു വിഗ്രഹം തന്നെയാണ്. അവർക്ക് പ്രധാനപ്പെട്ട വിഗ്രഹം പണമാണ്. അപ്പോ ഈ പറയുന്ന കത്തോലിക്ക സഭയിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് പറഞ്ഞോളൂ. കത്തോലിക്ക സഭയിൽ നോക്കുമ്പോൾ ബ്രദർ പറഞ്ഞത് ശരിയാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോ ഈ പറഞ്ഞ വിഗ്രഹങ്ങളെ കാണാം, ഈ പറഞ്ഞ സാധനങ്ങളെ കാണാം. ഞാൻ ശക്തമായിട്ട് അതിനെ എതിർക്കുന്ന വ്യക്തിയുമാണ്. 100% ഞാൻ അതിനെ എതിർക്കുകയും. അല്ല ബ്രദറെ, എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമില്ല. ഞാൻ പെന്തക്കോസ്തക്കാരെ ഇന്ന് റെസ്പെക്ട് ചെയ്യുന്നതാണ്. ദൈവാത്മാവിൽ കർത്താവിനെ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ. ക്രിസ്തു സഹോദരങ്ങളാണ്. ഒരു പെന്തക്കോസ്ത് വിശ്വാസിയോടോ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവൻ, അവൻ പെന്തക്കോസ്താകട്ടെ, അവൻ ബ്രദറിനാകട്ടെ, അവൻ കത്തോലിക്കനാകട്ടെ, യാക്കോബായക്കാരനാകട്ടെ, എന്നെ സംബന്ധിച്ച് ഡിനോമിനേഷണൽ ഫൈറ്റുകളില്ല, ഡിനോമിനേഷണൽ വ്യത്യാസങ്ങളില്ല. എനിക്ക് ക്രിസ്തുവിൽ സഹോദരങ്ങൾ മാത്രമാണ്. എനിക്ക് യാതൊരു വിധത്തിലും ആരോടും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആശയപരമായ നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആശയപരമായ വ്യത്യാസങ്ങൾ നമ്മൾ ചിലപ്പോൾ ഡയലോഗിലൂടെ, സംസാരത്തിലൂടെ ചിലപ്പോൾ നമ്മൾ സംസാരിക്കും. അത് ചിലപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ആവേശത്തിലൂടെ ചിലപ്പോൾ സംസാരിക്കുകയായിരിക്കും. എന്നോട് എല്ലാവരും പറയുന്ന, നിർബന്ധപൂർവ്വം പറയുന്ന കാര്യം, ഇറങ്ങി വരും. ഞാൻ ഇറങ്ങി വന്ന എല്ലാവരുടെയും അവസ്ഥ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരിറങ്ങിപ്പോയ മിനിസ്ട്രിയിലൊന്നുമല്ല ഇപ്പൊ നിൽക്കുന്നത്. മിനിമം ഒരു 6 മിനിസ്ട്രിയെങ്കിലും ഒരു മാറിയിട്ടുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല, മാറാം. വീട് 6 മിനിസ്ട്രി ഇവര് മാറിയതിന്റെ കാരണം ഞാൻ ചോദിക്കുമ്പോ അവര് വ്യക്തമായിട്ട് പറയുന്നത്, ആദ്യം വചനം കേട്ടപ്പോ ഞങ്ങൾക്ക് തോന്നി അപ്പസ്തോലിക സഭ അതാണെന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് തെറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടുന്ന് അടുത്തതിൽ നോക്കിയപ്പോ കുറച്ചുകൂടി പെർഫെക്റ്റ് ആണെന്ന് തോന്നി. പിന്നെ നോക്കിയപ്പോ കുറച്ചുകൂടി പെർഫെക്റ്റ് ആണെന്ന് തോന്നി. അപ്പൊ അങ്ങനെ ഈ എരുതിയിൽ നിന്നും വറചട്ടിയിലേക്കും, വറചട്ടിയിൽ നിന്നും അടുത്ത എരുതിയിലേക്കും. അങ്ങനെയൊന്നുമല്ല, അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അത് എന്റെ കാഴ്ചപ്പാട് തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പൊ ഞാൻ കൺക്ലൂഷൻ ചെയ്തേക്കാം. അതായത് ഇപ്പൊ ബ്രദർ പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്നോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, ഇപ്പൊ ദൈവത്തിന്റെ മന്ദിരവും വിഗ്രഹമായിട്ട് എന്ത് ബന്ധം? എനിക്ക് യാതൊരു വിധ ബന്ധമില്ല വിഗ്രഹം. പിന്നെ അവിടെ പോയി നിൽക്കുക അറിയില്ല. എവിടെ നിൽക്കും? അവിടെ. ബ്രദർ എവിടെ ജീവിക്കുന്നത്? ഞാൻ ജീവിക്കുന്ന ഈ ലോകത്തില് ബാംഗ്ലൂരല്ലേ? ഞാൻ നാട്ടിലുള്ളൂ കേട്ടോ, പാലായിലുണ്ട്. വീട് പാലായില്ല. ഓക്കെ, ഈ പാലായിലോ ബാംഗ്ലൂരോ എവിടെയാണെങ്കിലും വിഗ്രഹം ഇല്ലാത്തൊരു നാട് ഏതാന്ന് കാണിച്ചത്? അവിടെ ഞാൻ നമ്മൾ ആരാധിക്കുന്നിടത്ത്, അല്ലാതെ ലോകത്തിലുള്ള. ബ്രദറെ, പെന്തക്കോസ്ത് ആരാധന നടക്കുമ്പോ ഹോളുകൾ നിങ്ങൾ വാടകയ്ക്ക് എടുക്കാറില്ലേ?
ബാംഗ്ലൂരൊക്കെ ഓഡിറ്റോറിയങ്ങൾ വാടകയ്ക്ക് എടുക്കുമ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ തൊട്ട് മുമ്പ് നടന്നത് നല്ല പച്ച വിഗ്രഹാരാധന ആയിരിക്കും. അപ്പൊ നിങ്ങൾ വേറിട്ട് നിൽക്കാൻ പറയും. ഇനി അതൊക്കെ ഹിന്ദുക്കളുടെ ഓഡിറ്റോറിയങ്ങളായിരിക്കും. ഇതിനകത്തൊക്കെ ഗണപതിയുടെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും. ആ സൈഡിലും ബാക്കിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾ അവിടെ ആത്മാവിന് സത്യത്തിൽ ആരാധന നടത്തുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമോ? ആ ഓഡിറ്റോറിയത്തിൽ ആത്മാവ് വരും. ആ ഓഡിറ്റോറിയത്തിന്റെ അവിടുത്തെ ഹിന്ദുക്കളുടെ ഇതിലല്ല നമ്മൾ നടത്തിക്കുന്നത്. ആ ആരാധന സമയത്ത് ഇരിക്കുന്ന വ്യക്തികളിൽ ആത്മാവ് വരുന്നത്. എല്ലാവർക്കും ഓഡിറ്റോറിയം ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എല്ലാ സ്വന്തമൊക്കെ ആയി എല്ലാവർക്കും. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ എന്റെ ചർച്ചിലായിരിക്കും സംഭവിക്കുന്നത്. അങ്ങനെ എക്സ്ക്യൂസ് നിങ്ങളുടെ കാര്യത്തിൽ എക്സ്ക്യൂസ് ഇല്ല, എന്റെ കാര്യത്തിൽ എക്സ്ക്യൂസ് ഇല്ലേ? ഇതൊരു മുട്ടിയുക്തിയല്ല. അതായത് ഞാൻ പറയുന്നത്, ഞാൻ എന്റെ ദേവാലയത്തിൽ പോകുന്നത് വിഗ്രഹാരാധനയ്ക്കല്ല. അവിടെ വിഗ്രഹങ്ങളുണ്ട്. അത് വിഗ്രഹം തന്നെയാണെന്ന് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ആ വിഗ്രഹം ആരാധന ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. അല്ല ബ്രദർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെന്തക്കോസ്ത് ഒരു വർഷിപ്പ് ഒരു സ്ഥലത്ത് നടത്താൻ പറ്റില്ലെന്ന്. കാരണം അവിടെയൊക്കെ വിഗ്രഹം ഉണ്ടല്ലോ. അല്ല, ഞങ്ങൾ ആരാധിക്കാൻ ഏതാ ഇത് മുട്ടായിക്ക് പറഞ്ഞത്? അല്ലല്ലോ ബ്രദർ. അപ്പൊ വാടകയ്ക്ക് എടുക്കുമ്പോ ഇതൊക്കെ ഈ പുറത്ത് ഗണപതിയുടെ ചിത്രങ്ങൾ ബാംഗ്ലൂരിൽ ഏറ്റവും വലിയ അസംബ്ലീസ് ബോർഡ് അസംബ്ലീസ് ബോർഡിനൊക്കെ അവർക്കൊക്കെ സ്വന്തം ചർച്ചകളുണ്ട്. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഈ സ്വന്തം ചർച്ചയില്ലാത്ത ആയിരക്കണക്കിന് ചർച്ചകളുണ്ട്. ഇവരൊക്കെ ഹോള് വാടകയ്ക്ക് എടുക്കുക. ഈ ഹോള് വാടകയ്ക്ക് എടുക്കണതിന്റെ ഒക്കെ പുറത്തൊരു ആൽമരം ഉണ്ടാവും. ആ ആലിന് താഴെ ഈ പറയുന്ന സകല ഹൈന്ദവ വിഗ്രഹങ്ങളും ഉണ്ടാവും. അപ്പൊ ഈ വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ആത്മാവിനെ സത്യത്തിൽ ആരാധിക്കാൻ പറ്റും? പിന്നെ സ്ഥിരമായിട്ട് അവരുടെ പോയി നിൽക്കുന്ന പോലെയാണ് അവർ വാടകയ്ക്ക് എടുക്കുന്ന. അവരുടെ സാമ്പത്തിക അവസ്ഥ ദൈവത്തിന് അറിയാമല്ലേ? അത് നിങ്ങൾ ഉള്ളവർ പോയി അവിടെ തന്നെ ചെയ്യണം. ഞാൻ സ്ഥിരമായിട്ട് എവിടെ നിൽക്കുന്നതെന്ന് ബ്രദറിന് അറിയോ? അപ്പൊ അത് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ സ്ഥിരമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ബ്രദറിന്റെ ഊഹാപോഹമാണ്. ഞാൻ സ്ഥിരമായിട്ട് അവിടെ തന്നെ നിൽക്കുന്നത്. ഞാൻ ആകെ വിശുദ്ധ കുർബാനയ്ക്ക് മാത്രമേ ചർച്ചിൽ പോകാറുള്ളൂ. ഓക്കെ. അപ്പൊ അവിടെ വിഗ്രഹങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. ഇനി സഭയുടെ ഔദ്യോഗിക പ്രബോധനം അനുസരിച്ച് വിഗ്രഹങ്ങൾ അവിടെ വെക്കരുതെന്നാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ബേമയിലോ ആ ഇതിലോ വിഗ്രഹങ്ങൾ പാടില്ല എന്നുള്ള നിയമമുണ്ട്. പക്ഷെ അതിലേക്ക് കേൾക്കൂ ഒരു സെക്കൻഡ്. അപ്പൊ അതിലേക്ക് വരാൻ ജനം വിസമ്മതിക്കുന്നുണ്ട്. ഒരു പക്ഷേ നാളെ ചിലപ്പോ വന്നേക്കാം, ഇല്ലാന്നല്ല, ചിലപ്പോ വന്നില്ലായിരിക്കാം. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ നടക്കുന്നത്. അയ്യോ ഒന്നുമില്ല, സ്നേഹത്തിലൊന്നും ഒരു കുറവൊന്നും ഒരു കുറവില്ല. സന്തോഷം, വളരെ സന്തോഷം. ഞാൻ പഠിക്കാൻ കാരണം അറിയാം. എനിക്ക് ഇതിലും സ്പീഡാണ് ആദ്യകാലത്ത് 93 ഞാൻ അങ്ങനെ ഒരാളെ കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാനിത് കാണാൻ തുടങ്ങിയത്. ഞാൻ കഴിച്ച് 2-3 ദിവസം മുമ്പ് കാണാൻ തുടങ്ങി. ഓക്കെ, ബൈ, സീ യു.